ബില്യൺസ് ഓഫ് ഇയേഴ്സിന് മുന്നേ നമ്മുടെ സ്പേസിൽ ഉണ്ടായ ഒരു ഒടുക്കത്തെ സൂപ്പർനോവ എക്സ്പ്ലോഷനും അതുപോലെ തന്നെ ന്യൂട്രോൺ സ്റ്റാറിന്റെ കൊളീഷനും കാരണമാണ് ഈ ഗോൾഡ് ഭൂമിയിലേക്ക് എത്തുന്നത്. ദൈവം തന്ന എന്തൊക്കെയോ ആണെന്നും പറഞ്ഞുകൊണ്ട് ഒരു ആൻഷ്യൻ ടൈമിൽ ഉണ്ടായിരുന്ന അന്നത്തെ മനുഷ്യന്മാർ ഇതിനെ പിടിച്ചൊരു പ്രഷ്യസ് ആക്കി തന്നെ പറയാം. പതുക്കെ നമ്മുടെ ഈ കൾച്ചറിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മളെല്ലാവരും എൻ്റെ പൊന്നോന്ന് വിളിക്കുന്ന തരത്തിൽ ഇതിന്റെ വാല്യൂ നമ്മൾ അത്രത്തോളം കൂട്ടിയും വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു പവൻ ഗോൾഡിന് ഏകദേശം 91,000 രൂപയാണ് വരുന്നത്. ഈ ഗോൾഡിന് ഡിമാൻഡുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അതുപോലെ തന്നെ ഈ സ്വർണ്ണക്കടത്തും ഈ മോഷണവും ഒക്കെ ഒരുപാട് നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷെ എന്തടിസ്ഥാനത്തിലാണ് ഈ ഗോൾഡിന്റെ പ്രൈസ് നിർണ്ണയിക്കുന്നത്? എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടോ അതിന് പിന്നിൽ? ആൻഡ് എന്തുകൊണ്ടാണ് ഈ പ്രൈസ് ഇങ്ങനെ കൂടുന്നത്? നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ആൻഡ് അതിനുശേഷം എന്തുകൊണ്ടാണ് ഈ ഒരു വർഷത്തിൽ ഈ ഒരു ഗോൾഡിന്റെ പ്രൈസ് ഇത്രയും കൂടി വരുന്നതുകൊണ്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്ക് കുറച്ചൊന്ന് പിന്നിലോട്ട് പോകാം. കുറച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കറൻസി ഒക്കെ പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പിലുള്ള ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈം എന്ന് പറയും. അന്നത്തെ കാലത്ത് ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വേണ്ടിയിട്ട് ഈ കറൻസിക്ക് പകരം ഉപയോഗിച്ചിരുന്നത് ഗോൾഡ് കോയിൻസും സിൽവർ കോയിൻസും ആണ്. അതിൽ ഗോൾഡ് കോയിൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ മൂല്യം ഉണ്ടായിരുന്നത്. ബിക്കോസ് ഇറ്റ്സ് റെയർ, ഡസന്റ് റെസ്റ്റ് ആൻഡ് ലുക്ക് സോ ഷൈനി ആൻഡ് സെക്സി. അതിനെല്ലാം ശേഷം കുറേ കാലം മുന്നോട്ട് പോയി. കുറച്ച് കുതിരകളുടെയും അല്ലെങ്കിൽ ആൾബലത്തിന്റെ ഒക്കെ ധൈര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളും ഭരണാധികാരികളും ഒക്കെ ചേർന്ന് പരസ്പര ധാരണയിലെത്താണ്. തുടർന്ന് ഈ ബോർഡറും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തി മാപ്പും കാര്യങ്ങളൊക്കെ വരച്ചുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ നിലവിൽ വരിക. ഭരണഘടനകളും ഭരണ സംവിധാനങ്ങളും അധികാരത്തിൽ കയറിയ ശേഷം എപ്പോഴും ഈ ഒരു ഗോൾഡ് കോയിൻ ചുമന്നുകൊണ്ട് നടക്കുന്നത് ആളുകൾക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് നല്ല വെയിറ്റ് ആണ്. അങ്ങനെ നമ്മുടെ ഈ പേപ്പർ കറൻസി എന്ന് പറയുന്ന കാര്യം പ്രിന്റ് ചെയ്യപ്പെടുകയാണ്. അതായത് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്രയും ഗോൾഡ് കോയിൻ ഉണ്ട് ആൻഡ് അതിന് ഈക്വൽ ആയിട്ടുള്ളതാണ് എൻ്റെ കയ്യിലുള്ള കറൻസി. എന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് അവരുടെ റിസർവിൽ എത്ര ഗോൾഡ് ആണോ ഉള്ളത് ആൻഡ് അതിന് ഈക്വൽ ആയിട്ടുള്ള കറൻസിയാണ് അവർ പ്രിന്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ഇല്ലെങ്കിൽ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്ക്, മനസ്സിലാവും. ആൻഡ് നമ്മുടെ ഈ രാജ്യങ്ങളെല്ലാം തട്ടിയും മുട്ടിയും പോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ പിന്നാലെ തന്നെ വരികയാണ് നമ്മുടെ ഈ ഒന്നാം ലോക മഹായുദ്ധവും ബാലെ പോലെ തന്നെ നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധവും. അപ്പോൾ ഈ രണ്ടാം ലോക മഹായുദ്ധത്തോട് കൂടിയിട്ട് കുറച്ച് രാജ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട് US ബ്രിട്ടൻ വുഡ്സിൽ ഒത്തുകൂടിയാണ്. അത് പിന്നീട് ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസ് എന്ന പേരിലാണ് അറിയപ്പെടാൻ തുടങ്ങിയത്. അവിടെ വെച്ചിട്ട് ഒരു തീരുമാനം ഉണ്ടായി, ഈ US ഡോളർ ഓൾറെഡി അവരുടെ റിസർവിലെ ഗോൾഡുമായിട്ട് ലിങ്ക്ഡ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം അവരുടെ ഈ കറൻസി വാല്യൂ അവരുടെ റിസർവിലുള്ള ഗോൾഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിന് പകരം നമ്മുടെ ഈ ഡോളറുമായിട്ട് ലിങ്ക് ചെയ്യാം. ഇതിൻ്റെ ഒരു മേജർ റീസൺ എന്താണ്? മിക്ക രാജ്യങ്ങൾക്കും അവരുടെ കറൻസി സപ്പോർട്ട് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഗോൾഡ് ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നാളെല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് സംഭവിച്ചത്. US ഗോൾഡൻ ചെറുത് 1960 കൂടിയിട്ട് ഈ വിയറ്റ്നാം വാറിലൊക്കെ പെട്ട് നിന്ന US കയ്യിലുള്ള ഗോൾഡിനൊക്കെ കൂടുതൽ ഡോളർ അവിടെ അച്ചടിച്ചേർക്കാൻ തുടങ്ങി. ഈ മറ്റുള്ള രാജ്യങ്ങൾ അത് ചോദ്യം ചെയ്യുകയും ചെയ്തു ആ സമയത്ത്. തുടർന്ന് ഓഗസ്റ്റ് 15 അതായത് 1971 US പ്രസിഡന്റായ റിച്ചാർഡ് നിക്സൺ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. നാം ഇനി മുതൽ തോന്നിയതുപോലെ കറൻസി അച്ചടിച്ചെടുക്കും. ഈ ഗോൾഡ് സ്റ്റാൻഡേർഡിൽ ഇനി തൊട്ട് ഡോളറിന്റെ വാല്യൂ ലിങ്ക് ചെയ്യില്ല. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ രാജ്യവുമായിട്ട് ട്രേഡ് ചെയ്താൽ മതി. നിക്സൺ മറ്റു രാജ്യങ്ങൾക്ക് നൽകി ഈ ഒരു ഷോക്ക്, ഈ നിക്സൺ ഷോക്ക് എന്ന പേരിൽ പിന്നീട് അത് അറിയപ്പെടാൻ തുടങ്ങി. PSC ഒക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അതല്ല PSC നോക്കാതെ കരിയർ സെറ്റാക്കാൻ നോക്കുന്നവരുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഹാക്ക ഫിനാൻസ് സ്കൂളിലേക്ക്. ഹാക്ക എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഇവിടെ 6 മാസം കൊണ്ടും 3 മാസം കൊണ്ടും അക്കൗണ്ടിങ് ഫീൽഡിൽ നല്ലൊരു കരിയർ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ തിരിച്ചു വരാം. അങ്ങനെ നിക്സൺ ഷോക്കിന് ശേഷം ഈ സ്വർണം ഡോളറിന്റെ ജയിലിൽ നിന്നും ഫ്രീ ആവുകയാണ്. തുടർന്ന് ഗ്ലോബലി ഡിമാൻഡ് കൂടി, മാർക്കറ്റ് ട്രേഡ് കൂടി, അങ്ങനെ സ്വർണത്തിന്റെ വില ഉദിക്കാനായിട്ട് തുടങ്ങി. ഗോൾഡ് പ്രൈസ് തീരുമാനിക്കുന്ന വളരെ ബേസിക് ആയ മറ്റ് 2 ഫാക്ടേഴ്സ് ആണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത്. അടുത്തത് എക്കണോമിക് ക്രൈസിസ് ആണ്. വാർ, ഇൻഫ്ലേഷൻ, മാർക്കറ്റ് ക്രാഷ്, പിന്നീട് ഒട്ടും പ്രതീക്ഷിക്കാതെ വരുന്ന അല്ലറ ചില്ലറ പ്രകൃതി ദുരന്തങ്ങൾ. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഏതൊരു രാജ്യത്തിന്റെയും കീശ കാലിയാക്കാനും കാരണമാകും. 2025 തുടക്കത്തിൽ പവന് 58,000 രൂപയുണ്ടായിരുന്ന ഗോൾഡ് ഈ ഒക്ടോബറിൽ എത്തുമ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് റെക്കോർഡ് റേറ്റ് ആയിട്ടുള്ള 94,000 രൂപയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു വർഷം ഇത്രയും അഗ്രസീവായിട്ട് ഗോൾഡ് പ്രൈസ് കൂടിയത്? ഈ ഗോൾഡിന്റെ പ്രൈസ് 1,00,000 കടന്നു പോകുമോ അതോ ഗോൾഡ് വില ഇടിയാനായിട്ട് സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനായിട്ട് താല്പര്യം ഉണ്ടാകുന്നത്. ഇവിടെ യുദ്ധം തന്നെയാണ് പ്രധാന കാരണം. 2025 പുതിയ യുദ്ധങ്ങളും കോൺഫ്ലിക്റ്റുകളും തുടങ്ങിയ വർഷവും അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളുടെ കാഠിന്യം കൂടിയ വർഷവും കൂടിയാണ്. റഷ്യ ഉക്രൈൻ, ഇസ്രായേൽ പാലസ്തീൻ, ഇറാൻ ഇസ്രായേൽ, പിന്നെ നമ്മുടെ രാജ്യവും പാകിസ്ഥാനും തമ്മിൽ. ഇതിൽ പ്രധാനമായിട്ട് ബാധിച്ചത് റഷ്യ ഉക്രൈൻ വാർ തന്നെയാണ്. 2022 തൊട്ട് 2025 എത്തിയപ്പോഴേക്കും അത് കൂടുതൽ ശക്തമായിട്ട് വരികയാണ് ചെയ്തത്.
യുദ്ധം കാരണം നല്ല പണി കിട്ടിയത് യൂറോപ്യൻ എനർജി സപ്ലൈക്കായിരുന്നു. കാരണം യൂറോപ്പിലേക്കുള്ള കീ ട്രാൻസിറ്റ് റൂട്ട് എന്ന് പറയുന്നത് യുക്രൈൻ ആയിരുന്നു. ഇത് ഇന്ധനവില കൂട്ടി. ഇന്ധനവില കൂടുന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഇങ്ങനെ വില കൂടിയത് കറൻസി വോളറ്റൈലിറ്റിക്കും ഇൻഫ്ലേഷനും മാർക്കറ്റ് ക്രാഷിനും തന്നെ കാരണമായി. സോ ഇവിടെ ആളുകൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസറ്റ് എന്ന് പറയുന്നത് ഗോൾഡ് തന്നെയാണ്. അങ്ങനെ ഇൻവെസ്റ്റേഴ്സും ഗവൺമെൻറ്റും മറ്റുള്ളവരും തങ്ങൾക്ക് സംഭവിച്ച ആ ഫിനാൻഷ്യൽ ഡാമേജിനെ ഒന്ന് കുറച്ച് സ്റ്റേബിൾ ആക്കാനായിട്ട് കൂടുതൽ ഗോൾഡ് സ്വന്തമാക്കാൻ തുടങ്ങി. ഇത് ഗോൾഡ് പ്രൈസ് കൂടാൻ കാരണമായി. യുദ്ധം കാരണം പല രാജ്യങ്ങളുടെയും കറൻസി എക്സ്ചേഞ്ച് റേറ്റ് കുറയാൻ തുടങ്ങി. ഇതും ഗോൾഡ് റേറ്റ് കൂടാനായിട്ട് കാരണമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ രണ്ട് രാജ്യങ്ങളുടെ യുദ്ധം കാരണം നേട്ടമുണ്ടാക്കിയ മറ്റ് ചില രാജ്യങ്ങൾ കൂടെ അവിടെ ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ രാജ്യവും ഒരാളാണ്. ഇപ്പോൾ US കാര്യത്തിൽ തന്നെ തുടങ്ങാം. നമ്മുടെ ഈ റഷ്യയിൽ നിന്നുള്ള എനർജി സപ്ലൈ യൂറോപ്പ് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് US ഇടിച്ചു കയറുകയാണ് അവിടെ. കൂടാതെ യുക്രൈനിലേക്കുള്ള ലാർജസ്റ്റ് ആം സപ്ലയർ ആയിട്ടും US മാറി. രണ്ടാമത്തേത് ചൈന. ഒരുപാട് രാജ്യങ്ങൾക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് പർച്ചേസ് റഷ്യയിൽ നിന്ന് നിർത്തിയപ്പോൾ ചൈന വലിയ ഡിസ്കൗണ്ടിൽ അത് സ്വന്തമാക്കി. അതുപോലെ തന്നെ പല രാജ്യങ്ങളിൽ നിന്നും റഷ്യയിലേക്കുള്ള ഇമ്പോർട്ട് തടസ്സപ്പെട്ടപ്പോൾ നമ്മുടെ അണ്ണന്മാർ ആ ഒരു പോസ്റ്റോടെ ഫില്ല് ചെയ്യുകയാണ്. ഇപ്പോൾ ചീപ്പായിട്ട് ഓയിൽ ആൻഡ് ഗ്യാസ് റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത കൂട്ടത്തിൽ നമ്മുടെ രാജ്യം കൂടെ ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യ യുദ്ധത്തിലൂടെ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയത് അങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് ഗവൺമെൻറ്റിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്രോളിൻ്റെ പ്രൈസിൽ അന്നും ഇന്നും ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഗോൾഡിൻ്റെ പ്രൈസ് അഗ്രസീവായിട്ട് ഈ ഒരു വർഷം കുതിച്ചു വരാൻ തന്നെ കാരണം. അപ്പോൾ ഈ ഒരു ഗോൾഡ് പ്രൈസ് 1 ലക്ഷം കടക്കുമോ എന്നുള്ള നിങ്ങളുടെ ചോദ്യം നിങ്ങൾക്കിപ്പോൾ ഒരു മനസ്സിലായി കാണും. ഇങ്ങനെയാണ് നമ്മുടെ സിറ്റുവേഷൻ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഭാവിയിൽ കൂടാനായിട്ട് നല്ല സാധ്യതകളുണ്ട്. മറ്റൊരു ചോദ്യം, ഇപ്പോൾ ഗോൾഡ് വാങ്ങി സൂക്ഷിക്കുന്നതാണോ അതോ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലതെന്നുള്ളത്. അപ്പോൾ ഈ ഗോൾഡ് വാങ്ങുന്നതും സൂക്ഷിക്കുന്നതും നല്ലത് തന്നെയാണ്. പക്ഷേ ചെറിയൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഗോൾഡിൻ്റെ റേറ്റ് മുകളിലേക്ക് മാത്രമല്ല പോകുന്നത്, താഴേക്കും വരാറുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ താഴേക്ക് വീണ ഒരു ചരിത്രം കൂടി ഉണ്ട്. 2013 ഏകദേശം 30% ഗോൾഡ് റേറ്റിന് ഇടിവ് സംഭവിച്ചതെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് സ്വർണം കണ്ട് അധികം കണ്ണ് മഞ്ഞളിക്കാതെ നിങ്ങൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നോക്കുന്നതെങ്കിൽ ഗോൾഡ് ഒരു നല്ലൊരു ഓപ്ഷനാണ്. എങ്കിലും അവിടെയും റിസ്ക് ഇല്ലെന്നല്ല. എക്കണോമിയും ഗ്ലോബൽ ഇവൻസും എല്ലാം ഗോൾഡ് പ്രൈസിൽ ബാധിക്കുന്നത് കൊണ്ട് ഒരു ഇൻവെസ്റ്റിംഗ് ഓപ്ഷനായിട്ട് ഗോൾഡ് തിരഞ്ഞെടുക്കുന്നുണ്ട് എങ്കിൽ എപ്പോഴും നല്ലതുപോലെ ഒബ്സർവ് ചെയ്തിട്ട് വേണം. ഇതൊക്കെയായിരുന്നു പറയാനുണ്ടായിരുന്നത്. ആൻഡ് മറ്റൊരു കാര്യം, ഒന്ന് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കല്യാണങ്ങളുടെയും ഒത്തുകൂടലുകളുടെയും സന്തോഷം നിറഞ്ഞ കഥ മാത്രമല്ല സ്വർണത്തിന് പറയാനുള്ളത്. ഒരുപാട് ക്രൈമുകളും സ്കാമുകളും ബിട്രയലുകളും തുടങ്ങിയ കഥകളും സ്വർണത്തിന് പറയാനുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഗോൾഡ് മാർക്കറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാനായിട്ട് കിട്ടും. പക്ഷെ അതില്ലാത്തൊരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ മുഴുവൻ ഗോൾഡും മൈൻ ചെയ്ത് കഴിഞ്ഞൊരു സിറ്റുവേഷനിൽ ഈ ലോകത്ത് എന്താകും സംഭവിക്കുക? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?